ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ അന്വേഷണം ബൾഗേറിയയിലെ മലയാളിയുടെ കമ്പനിയിലേക്കും. നോർവേ പൗരത്വമുള്ള മലയാളി റിൻസൺ ജോസിന്റെ ബൾഗേറിയയിലെ കമ്പനിയെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിവരങ്ങളുമായി അരുൺ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അരുൺ, ഇപ്പോൾ ഈ പേജർ സ്ഫോടനത്തിൽ, ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ ഇപ്പോൾ അന്വേഷണം ഒരു മലയാളിയുടെ കമ്പനിയിലേക്കും പോകുന്നു എന്നാണ് കേൾക്കുന്നത്. എന്തർത്ഥത്തിലാണ് ഇപ്പോൾ ഈ മലയാളിയായ വ്യക്തിയെ അന്വേഷണ സംഘം സംശയിക്കുന്നത്? ഇയാൾ ഈ കൃത്യത്തിൽ ഏത് തരത്തിലുള്ള സാന്നിധ്യമാണ് ഇയാളുടേതായി ഇപ്പോൾ സംശയിക്കപ്പെടുന്നത്? തീർച്ചയായും ലോകത്ത് എവിടെ ഏതൊരു കോണിലും ഒരു മലയാളി ഉണ്ടാകുമെന്നുള്ള ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം എന്ന് വേണം നമുക്ക് കരുതാൻ. ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ അന്വേഷണം ബൾഗേറിയയിലെ മലയാളിയിലേക്കും നീണ്ടിരിക്കുകയാണ്. നോർവേ പൗരത്വമുള്ള മലയാളി റിൻസൺ ജോസിൻ്റെ ബൾഗേറിയയിലുള്ള കമ്പനിയെക്കുറിച്ചാണ് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ലെബനനിലെ ഹിസ്ബുള്ള സംഘടനയ്ക്കായി പേജർ വാങ്ങാനുള്ള സാമ്പത്തിക ഇടപാടിൽ ഇദ്ദേഹത്തിൻ്റെ കമ്പനി ഉൾപ്പെട്ടതായ സംശയത്തെ തുടർന്നാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രാദേശിക മാധ്യമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ സൂചനകൾ ഇപ്പോൾ നമുക്ക് നൽകുന്നത്. ബൾഗേറിയയുടെ തലസ്ഥാനമായ സോഫിയയിലാണ് ഇദ്ദേഹത്തിൻ്റെ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. അന്വേഷണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിൽ ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ PTC കൺസൾട്ടിംഗ് KFT എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള കമ്പനി പേജറുകൾ നിർമ്മിച്ചത്. നമുക്കറിയാം, കാരണം തായ്വാനിൽ നിന്ന് ഹിസ്ബുള്ള നേരത്തെ 300 പേജറുകൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഈ പേജറുകൾ ഉപയോഗിച്ചായിരുന്നു നേരത്തെ ഹിസ്ബുള്ള നേതാക്കൾക്കെതിരെ ആക്രമണം മൊസാദ് നടത്തിയതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുമായി ചൂടുപിടിച്ചാണ് ഇപ്പോൾ അതൊരു മലയാളിയിലേക്ക് അന്വേഷണം നീങ്ങുന്നതായിട്ട് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട വിവരം, പേജറുകൾ വാങ്ങാനുള്ള പണം മലയാളിയുടെ കമ്പനി ഹംഗറി കമ്പനിക്ക് കൈമാറിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നത്. കമ്പനിയുടെ പ്രതികരണം ആരാഞ്ഞെങ്കിലും ലഭിച്ചില്ലെന്നും അന്വേഷണം ആരംഭിച്ചതായും ബൾഗേറിയൻ പോലീസ് പറയുന്നുണ്ട്. IT കൺസൾട്ടൻസി എന്ന പേരിലാണ് മലയാളികളുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് റിൻസൺ ജോൺസിൻ്റെ ബന്ധുക്കൾ പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ചതിയിൽപ്പെടുത്തിയതാണെന്ന തരത്തിലുള്ള പ്രതികരണം വരുന്നുണ്ട്. വയനാട് സ്വദേശിയാണ് ഇദ്ദേഹം. വയനാട്ടിലുള്ള ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം കൃത്യമായി ഇതിൽ യാതൊരു ബന്ധവും ഇദ്ദേഹത്തിന് ഇല്ലാത്ത തരത്തിലുള്ള ബന്ധുക്കളുടെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും തായ്വാനിൽ നിന്ന് ഗോൾഡൻ അപ്പോളോ എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് ഹിസ്ബുള്ള ഇത്തരത്തിൽ പേജറുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് കരാർ കൊടുക്കുന്നത്. അവരത് നോർവേയിലുള്ളൊരു കമ്പനിയിലേക്കോ ഹംഗറി ബുഡാപെസ്റ്റിലുള്ളൊരു കമ്പനിയിലേക്ക് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആ ബുഡാപെസ്റ്റിലുള്ള കമ്പനിക്ക് ഈ റിൻസൺ ജോസിൻ്റെ കമ്പനി വഴിയാണ് പണം കൊടുത്തത് എന്ന സംശയമാണോ ഇപ്പോൾ വന്നിരിക്കുന്നത്? അതെ, തീർച്ചയായും. കാരണം ബുഡാപെസ്റ്റിലാണ് ഇദ്ദേഹത്തിൻ്റെ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ്, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ മേൽവിലാസത്തിലാണ് ഈ 300-ലധികം പേജറുകൾ ഇറക്കുമതി ചെയ്ത് ഹിസ്ബുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അത് ഉപയോഗിക്കുകയും ചെയ്തു. കാരണം നേരത്തെ തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു ആക്രമണ സാധ്യത ഉള്ളതിനാൽ ടെലിഫോൺ ഉൾപ്പെടെയുള്ള ആശയവിനിമയ സാധ്യതകൾ ഉപയോഗിക്കരുതെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഹിസ്ബുൾ നേതാക്കൾ മറ്റുള്ള അണികൾക്ക് നൽകിയിരുന്നു. അതനുസരിച്ചിട്ടാണ് വയർലെസ്സും വാക്കി ടോക്കിയും പേജറും ഉൾപ്പെടെയുള്ള ആശയവിനിമയത്തിനായി ഉപയോഗിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു അന്വേഷണം മലയാളിയിലേക്ക് നീണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് കൈമാറാൻ കഴിയും. മനു, ശരി. അരുണാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ലോകത്ത് നടക്കിയ പേജർ സ്ഫോടനത്തിൽ ഇപ്പോൾ അന്വേഷണം ഒരു മലയാളിയുടെ കമ്പനിയിലേക്ക് നീണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. റിൻസൺ ജോസ് എന്ന് പറയുന്ന നോർവേ പൗരത്വമുള്ള ഒരു മലയാളിയുടെ കമ്പനിയിലേക്കാണ് അന്വേഷണം നീളുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഹിസ്ബുള്ള പേജറുകൾ വാങ്ങാൻ വേണ്ടി കരാർ കൊടുത്തത് തായ്വാനിലുള്ള ഗോൾഡൻ അപ്പോളോ ഗോൾഡൻ എന്ന് പറയുന്ന ഒരു കമ്പനിക്കായിരുന്നു. അവർ ഈ റിൻസൺ ജോസിൻ്റെ കമ്പനി വഴി ബുഡാപെസ്റ്റിലുള്ള മറ്റൊരു കമ്പനിക്ക് പണം നൽകിയാണ് പേജറുകൾ വാങ്ങിയതെന്നാണ് ഇപ്പോൾ വരുന്ന സംശയം. അതിൽ ഹിസ്ബുള്ളയുമായിട്ട് ഈ റിൻസൺ ജോൺസന്റെ ബന്ധം എന്താണ് എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് അരുൺ നൽകിയത്.